ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള ഭാഗങ്ങളിൽ കൊമ്പുകളിൽ ചിലത് ഒടിച്ചിട്ട് കാട്ടൊലുവായ നിന്നെ അവയുടെ ഇടയിൽ ഒട്ടിച്ചു ചേർത്ത് ഉലുമരത്തിൻ്റെ ഫലപ്രദമായ വേരിന് പങ്കാളിയായി തീർന്നു എങ്കിലോ കൊമ്പുകളുടെ നേരെ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നുവെങ്കിൽ ഈ വേരിനെ അല്ല, വേർ നിന്നെ അത്രേ ചുമക്കുന്നു എന്ന് ഓർക്കുക. എന്നാൽ എന്നെ ഒട്ടിക്കേണ്ടതിന് കൊമ്പുകളെ ഒടിച്ചു കളഞ്ഞു എന്ന് നീ പറയും. ശരി, അവിശ്വാസത്താൽ ഒടിഞ്ഞുപോയി, വിശ്വാസത്താൽ നീ നിൽക്കുന്നു. ഞെളിയാതെ ഭയപ്പെടുക. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ്, കാട്ടൊലുവായിരുന്ന നമ്മെ ദൈവം വെട്ടിയെടുത്ത് നാട്ടൊലുവിനോട് ചേർത്തൊട്ടിച്ചതിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുന്നൊരു പദം ഇങ്ങനെയാണ്, ഞെളിയാതെ ഭയപ്പെടുക. ഇത് പറഞ്ഞിട്ട് അപ്പോസ്തലൻ വീണ്ടും പറയുന്നു, ആത്മാവിൽ എഴുതിയിരിക്കുകയാണ്, സ്വാഭാവികമായ കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നിന്നെയും ആദരിക്കാതെ വന്നേക്കും. ആകയാൽ ദൈവത്തിൻ്റെ ദയയും ഖണ്ഡിതവും കാണുക. സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ വന്നതുപോലെ ആദരിക്കാതെ വന്നേക്കാം എന്ന് വെച്ചാൽ ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മുടെ മിടുക്ക് കൊണ്ടൊന്നുമല്ല നമ്മൾ ആരും നിൽക്കുന്നത്, ദൈവത്തിൻ്റെ മനസ്സലിവാണ്. ദൈവം ചിലതിനെ മാറ്റിയിട്ട് ചിലതിനെ ചേർത്ത് വെച്ചത് അവരുടെ കഴിവ് കണ്ടിട്ടൊന്നും അല്ല. ചിലരൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും, ദൈവം എന്നെ വിളിച്ചു, ഞാൻ വരാൻ ഒട്ടും സാധ്യതയില്ലായിരുന്നു, ദൈവം എന്നെ വിളിച്ചു, ദൈവം എന്നെ കൊണ്ടുവന്ന് നിർത്തി. ശരിയാണ്, തീർച്ചയായിട്ടും സാധ്യതയില്ലായിരുന്നു, കൊണ്ടുവന്ന് നിർത്തി. പക്ഷെ അത് നിങ്ങൾക്ക് അഹങ്കരിക്കാനല്ല, അതിനകത്ത് അഹങ്കരിക്കരുത്. അവരെ എടുത്തില്ലല്ലോ, എന്നെ തിരഞ്ഞെടുത്തല്ലോ, അവരിതിനകത്ത് ഉണ്ടായിരുന്നവരല്ലേ, അവരില്ലല്ലോ, ഞാൻ അതിനേക്കാളും ശ്രേഷ്ഠതയിലെത്തിയല്ലോ. പ്രിയരെ, അതിനകത്തൊന്നും നമുക്ക് അഹങ്കരിക്കാനില്ല, അതിനകത്തൊന്നും പ്രശംസിപ്പാനില്ല. അവിടെ ഉറപ്പോടെ പറയുകയാണ്, അതിനെ ഇതിനകത്ത് നിലനിന്നതിനെ, ഈ കർത്താവിനെ അറിഞ്ഞതിനെ ആദരിക്കാതെ വന്നാൽ നിങ്ങളെയും അങ്ങനെ നാളെ ആയേക്കാം. ഇതിനകത്ത് നിന്ന വചനം പറയുന്നു, സ്വാഭാവിക കൊമ്പുകളെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, ആദരിക്കേണ്ടതിനെ ദൈവം ആദരിക്കാതെ പോയെങ്കിൽ, ഈ വെട്ടിയെടുത്തോണ്ട് വന്ന, ദൈവം കൊണ്ടുവന്ന് നട്ട, ദൈവം തെരഞ്ഞെടുത്ത നമ്മയും വേണമെങ്കിൽ അങ്ങനെ ആകാം. അതിൻ്റെ അർത്ഥം നമ്മുടെ കഴിവൊന്നും അല്ല പ്രിയരെ, നമ്മുടെ കൂടുതൽ കൊണ്ടുമല്ല, ദൈവത്തിൻ്റെ ഗ്രേസ് ഒന്നുകൊണ്ട് മാത്രം. അതുകൊണ്ടാണ് വേറൊരു ഭാഗത്ത് പരിശുദ്ധാത്മ പറയുന്നുണ്ട്, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയെങ്കിലും സഞ്ചരിക്കാനും അല്ല പ്രിയരെ, നമുക്ക് ഇഷ്ടമുള്ളതുപോലെ നടക്കാനല്ല. ആ കൊമ്പിനോട് ചേർത്തൊട്ടിച്ചത് വേര് പുറപ്പെടുവിക്കുന്ന ഒരു ഫലം ഈ കൊമ്പിലൂടെ പുറത്തേക്ക് വരണം. കാരണം വേരാണ് നമ്മളെ ചുമക്കുന്നത്, കൊമ്പല്ല വേരിനെ ചുമക്കുന്നത്. കർത്താവ് നമ്മെ കൊണ്ടു നടക്കുക. അതുകൊണ്ട് ദൈവസന്നിധിയിൽ എന്നെ തിരഞ്ഞെടുത്തതൊക്കെ എൻ്റെ കഴിവാണെന്ന് പറഞ്ഞ് ഞെളിയാതെ, അഹങ്കരിക്കാതെ, താഴ്മയോടെ, എനിക്ക് അർഹതയില്ലാത്ത ഒരു ദാനമാണ് കിട്ടിയതെന്ന് പറഞ്ഞ് ഈ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.